സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രൊമോയിൽ കാണിക്കുന്നത് കൽപ്പനയും സൂര്യയും കൂടി മുറ്റത്ത് നിന്ന് ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സൂര്യ വരുണിൻ്റെ അധികയുടെയും യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണെങ്കിലും പ്രിയങ്ക ഇവിടെ വന്നതല്ലേ, ആ സ്ഥിതിക്ക് അവരുടെ ഒരു സ്വകാര്യതയ്ക്കൊക്കെ പ്രിയങ്ക എപ്പോഴും തടസ്സമായിരിക്കും. രണ്ടാളും ഈ യാത്രയൊക്കെ കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് ഫ്രഷായിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു വരട്ടെ അല്ലേ കൽപ്പന. അന്നേരം കൽപ്പനക്കാണെങ്കിൽ അതൊന്നും കേട്ട് വലിയ താല്പര്യമില്ല. കൽപ്പന പറഞ്ഞേ, അതൊക്കെ അവരെന്തേലും ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം സൂര്യ ഇതുപോലെ വല്ലപ്പോഴല്ലേ എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളെന്തിനാ അവരെക്കുറിച്ചൊക്കെ പറയുന്നത്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള യാത്രകളെക്കുറിച്ചൊക്കെ മറ്റും പ്ലാൻ ചെയ്യാന്നേ. അങ്ങനെ അവർ സന്തോഷത്തോടെ ചിരിച്ച് മുമ്പോട്ട് നടക്കുവാണ്. ഈ സമയം അവിടെ എന്തോ കിടക്കുന്നത് സൂര്യ ശ്രദ്ധിക്കുവാണ്. സൂര്യ ചോദിക്കണേ, എന്താ അവിടെ കിടക്കുന്നത്? അറിയില്ല, നോക്കിയിട്ട് വരട്ടെ. അങ്ങനെ പറഞ്ഞ് കൽപ്പന അരികിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും കേട്ടോ അവിടെ ഉർവശി ചത്തു കിടക്കുന്നത് കൽപ്പന കാണുന്നത്. ഉർവശി അനക്കില്ലാതെ അവിടെ കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് കൽപ്പന ഓടി അരികിലേക്ക് ചെല്ലണേ. അയ്യോ ചെറിയമ്മേ, സൂര്യ ഇങ്ങോട്ട് വന്നേ, ചെറിയമ്മ. അങ്ങനെ പറഞ്ഞ് സൂര്യമ്മ അങ്ങോട്ടേക്ക് വിളിക്കുവാണ്. ഈ സമയം സൂര്യമ്മ അങ്ങോട്ടേക്ക് ഓടി വരുവാണ് കേട്ടോ. കൽപ്പനയുടെയും സൂര്യയുടെയും ബഹളമൊക്കെ കേട്ട് അകത്തു നിന്ന് പരമേശ്വരനും മുത്തശ്ശിയും പത്മിനിയും പ്രിയങ്കയും എല്ലാവരും ഓടി വരുവാണ്. അങ്ങനെ എല്ലാവരും അവിടെ ഗാർഡൻ്റെ അവിടെ മരിച്ചു കിടക്കുന്ന ഉർവശിനെ കണ്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടലോടുകൂടി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ഈ കാഴ്ച കണ്ട് പ്രിയങ്കയും വല്ലാതെ ഭയന്ന് ടെൻഷനിൽ നിൽക്കുവാണ്. ഭഗവാനെ, ഇവരാണോ മരിച്ചത്? അപ്പോൾ ആ ജ്യൂസ് ഇവരാണോ കുടിച്ചത്? ഇതെങ്ങനെ സംഭവിക്കും? ആ രാധയ്ക്ക് ജ്യൂസ് കുടിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്നൊക്കെ കൺഫ്യൂഷനിൽ ഒന്നും മനസ്സിലാക്കാതെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ അധികം ട്രിപ്പിന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ സമയം ഒരു പാറേൻ്റെ അവിടെ എത്തുമ്പോഴേക്കും വരുൺ വണ്ടി നിർത്തുവാണ്. എന്നിട്ട് രാധികയും കൂട്ടി അതിന് മുകളിലേക്ക് കയറി പോകുവാണ്. ഇതേ സമയം അവർ ഫോളോ ചെയ്ത് ബെഞ്ചമിനും പിന്നാലെ തന്നെ ഉണ്ടാകും കേട്ടോ. അങ്ങനെ മാസ്കൊക്കെ വെച്ച് ബെഞ്ചമിനും ആ പാറമൻ്റെ അവിടെ നിന്ന് വരുണിൻ്റെ അധികം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ യാത്രയിൽ ചന്ദ്രശേഖരനും ഗൗതമും ഒക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് പോലെ രാധികയെ ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ് ബെഞ്ചമിൻ. അപ്പോൾ ഇതെല്ലാമാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടാണെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്